ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 58 കാട്ടുതീയിൽ നിന്നു ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും. ശ്ലോകം 9. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്രശിഖികുലനവകേകാകുഭിഃ സ്തോത്രകാരീ സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദധതനുഭേജേ ദേവഗോവർദ്ധനോസൗ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. കുഹര തല നിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്ര ശിഖികുല നവകേക കാകുഭിഃ സ്തോത്രകാരീ സ്ഫുട കുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദധത് അനുഭേജേ ദേവ ഗോവർദ്ധനോസൗ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ദേവ അല്ലയോ നാഥ, അസൗ ഈ ഗോവർദ്ധനഗിരീന്ദ്ര ഗോവർദ്ധനഗിരി ശ്രേഷ്ഠൻ, ശിഖികുല നവകേകാകുഭി മയിലുകളുടെ പുതിയ കേകാരവമാകുന്ന ഭക്തി സ്തോത്രങ്ങൾ കൊണ്ടും, സ്തോത്രകാരി ഭഗവാനെ സ്തുതിക്കുന്നതും, സ്ഫുടകുടജ കദംബ സ്തോമ പുഷ്പാഞ്ജലി വിടർന്ന കടമ്പു പൂക്കൾ തുടങ്ങിയ പുഷ്പങ്ങൾ കൈ നിറച്ചു സമർപ്പിച്ചു തന്നെ, പ്രവിദധത് ചെയ്യുന്നതുമായി, കുഹരതലനിവിഷ്ടം ഗുഹയിൽ സുഖമായിരിക്കുന്നവനുമായ, ഗരിഷ്ഠം മഹാനായ, ത്വാം അങ്ങയെ, അനുഭേജെ നിരന്തരം സേവിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കുഹരതലനിവിഷ്ടം, ഇവിടെ നിവിഷ്ടം എന്നുള്ളതിൻ്റെ ഷ്ടാന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ആദ്യത്തെ ടാ തന്നെയാണ് ടാ. ത്വാം ഗരിഷ്ഠം, ഇവിടെ രണ്ടാമത്തെ ഠ എന്നാണ് വരുന്നത്. നന്നായിട്ട് ഊന്നി പറയണം. ടാ ഠ, അതാണ് ഇത് ഗരിഷ്ഠം എന്നുള്ളതിൻ്റെ. അത് നന്നായിട്ട് ഊന്നി പറയണം. ഗിരീന്ദ്ര എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശിഖികുല എന്നുള്ളതിന് ഒരു ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം 2 ശാന്ന് ചൊല്ലണം. ഗിരീന്ദ്ര ശിഖികുല, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നവകേക കാകുഭി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. സ്തോത്രകാരീ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. കുഹരതലനിവിഷ്ടം, ഇഷ്ടം എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വാം ഗരിഷ്ഠം, ഇവിടെ ഗരിഷ്ഠം ഇഷ്ടം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഠ, രണ്ടാമത്തെ ഠ എന്നാണ്. ഗിരീന്ദ്ര, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശിഖികുല ഒരു ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 ശാന്ന് ചൊല്ലണം. ശി അങ്ങനെ ഊന്നി പറയാനുള്ളതാണ്. ശിഖികുല ചേർത്ത് ചൊല്ലുമ്പോൾ. ഖി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. നവകേക കാകുഭി, അവിടെ വിസർഗം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്തോത്രകാരീ നീട്ടിയിട്ട്. സ്ഫുടകുടജ, ഇവിടെ സ്ഫു എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഫു എന്നല്ല, ഫു എന്നാണത്. സ്ഫുടകുടജ കദംബ സ്തോമ, കദംബ ദ്ന്ന് ദയൽത്തെ, കദംബ സ്തോമ പുഷ്പാഞ്ജലി ഞ ജ എന്നാണ്. ച ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പ്രവിദധനുഭേജേ, പ്രവിദ ദ എന്നുള്ളത് ദയൽത്തെ, അടുത്ത അക്ഷരം ധ എന്ന് ധനത്തിൻ്റെ. അപ്പം അത് നന്നായിട്ട് ഊന്നി പറയണം. വീണ്ടും ദ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഓരോരോ അക്ഷരമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ വാക്ക് ഒന്നിച്ചിട്ട് പറയുമ്പോൾ ശരിക്ക് കിട്ടും. പ്രവിദധനുഭേജേ, ഫസ്റ്റിലത്തെ ഊന്നണ്ട ദ എന്നുള്ളത്, രണ്ടാമത് ധ എന്നുള്ളത് നന്നായിട്ട് ഊന്നണം. അടുത്ത് വരുന്ന ദ എന്ന് മൃദുവായിട്ട് പറയണം. പ്രവിദധനുഭേജേ, ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദേവ ഗോവർദ്ധന അസൗ,
നമ്മളത് ചേർത്ത് ചൊല്ലുമ്പോൾ ഗോവർദ്ധനോ എന്ന് നീട്ടിയിട്ട് സൗ എന്ന് പറഞ്ഞാൽ മതി. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കുഹരതലനിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്രശിഖികുലനവകേകാകുപി സ്തോത്രകാരീ സ്ഫുടകുടജകദംബസ്തോമപുഷ്പാഞ്ജലിം ച പ്രവിദധതനുഭേജേ ദേവഗോവർദ്ധനോസൗ. അടുത്തത് 10ാമത്തെ ശ്ലോകം. അഥ ശരദമുപേതാം താം ഭവദ്ഭക്തചേതോ വിമലസലിലപൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. അഥ ശരദം ഉപേതാം താം ഭവത് ഭക്തചേതോ വിമല സലില പൂരാം മാനയൻ കാനനേഷു തൃണം അമല വനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പവനപുരപദേ ഗുരുവായൂരപ്പ, അഥ പിന്നീട്, ഉപേതാം വന്നണഞ്ഞതും, ഭവത് ഭക്തചേതോ വിമല സലില പൂരാം ഭഗവത് ഭക്തന്മാരുടെ മനസ്സുപോലെ തെളിഞ്ഞ ജലസമൂഹത്തോടു കൂടിയതുമായ, താം ശരദം ആ ശരത്തിനെ, കാനനേഷു കാട്ടിൽ, മാനയൻ ബഹുമാനിക്കുന്നവനും, അമലവനാന്തേ നിർമ്മലമായ വനത്തിൽ, ഗാ പശുക്കളെ, ചാരു നല്ലവണ്ണം, തൃണം സഞ്ചാരയൻ പുല്ലു തീറ്റുന്നവനുമായ, ത്വം അങ്ങ്, മേ എനിക്ക്, ദേഹസൗഖ്യം ശരീരസുഖം, ദേഹി തന്നാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അഥ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ശരദമുപേതാം, ശരദ് ദ എന്നുള്ളത് ദേൽത്തെ, ഉപേതാം താം ഭവത് ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തചേതോ വിമല സലില പൂരാം അതൊന്നിച്ച് ചൊല്ലണം. ഭക്ത എന്നുള്ളതിൻ്റെ ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ത എന്നുള്ളത് കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. മാനയൻ കാനനേഷു തൃണം അമലവനാന്തേ, തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ, ഞ ച എന്നാണ് സഞ്ച എന്നുള്ളതിൻ്റെ സഞ്ചാരയൻ, ഗാ അവിടെ നീട്ടിയിട്ട് വിസർഗം, പവനപുരപദേ ത്വം ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ, ത്വം ദേഹി മേ ദേഹസൗഖ്യം, ഖ്യം എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. അഥ ശരദമുപേതാം താം ഭവത് ഭക്തചേതോ വിമല സലില പൂരാം മാനയൻ കാനനേഷു തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.